ഇമ്പോർട്ടഡ് ടൈലും നമ്മുടെ ടൈലും തമ്മിലുള്ള കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇമ്പോർട്ടഡ് ടൈൽ എന്ന് പറയുന്നത് ഓരോ രാജ്യത്തും അവിടുത്തെ മണ്ണിന് പല വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ജർമ്മൻകാർ വന്നിട്ട് ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻകാർ വന്ന് നമ്മുടെ ടൈൽ വ്യവസായം ഇവിടെ തുടങ്ങിയതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചരിത്ര വസ്തുക്കൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവരാണ്, ആ മിഷണറിമാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ലേ ഇൻഡസ്ട്രി തുടങ്ങിയത്. അതിൽ തന്നെ അവർ കേരളത്തിൽ ആണ് ഏറ്റവും ആദ്യം തെരഞ്ഞെടുത്ത് ഇവിടെ ഫാക്ടറികൾ തുടങ്ങിയത്. അപ്പോൾ കേരളത്തിലാണ് ഏറ്റവും സൂപ്പർ ക്ലേ ഉള്ളത്. അപ്പോൾ ഈ ഏറ്റവും നല്ല ക്ലേ നമ്മുടെയാണ്. അത് കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇമ്പോർട്ടഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ആ രാജ്യത്തെ മണ്ണിന് വേറൊരു പ്രത്യേകതയാണ്. യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അനുയോജ്യമാണ്. മാർക്കറ്റിൽ മറ്റ് കൺട്രീസ് വരുന്ന ആ ക്ലേനെ കിടപിടിക്കുന്നതിനെക്കാട്ടിലും നല്ല ക്ലേ ആണ് ഇവിടെ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഈ ഇൻഡസ്ട്രി ഇവിടെ കേരളത്തിൽ തുടങ്ങി. ഇമ്പോർട്ടഡ് ഐറ്റംസിന് പിന്നെയും വേറെ പല പ്രശ്നങ്ങളുണ്ട്. ഇമ്പോർട്ടഡ് ഐറ്റംസ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ചിലവ്. അപ്പോൾ അവിടെ ഒരു രൂപയ്ക്ക് ഒരു ടൈല് കിട്ടുന്നുണ്ടെങ്കിലും അത് ഇവിടെ വരുമ്പോൾ ഒരുപാട് അതിന് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ ഇത്രയും നല്ല സാധ്യതകളപ്പോൾ അത് വാങ്ങണോ വേണ്ടേ എന്നുള്ളത് വാങ്ങുന്നവനാണ് ചിന്തിക്കേണ്ടത്. ക്യാപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു ക്ലേ കണ്ടെത്തി അത് കൊടുന്നല്ല ഇവിടെ പ്രോഡക്റ്റ് ചെയ്യുന്നത്. ഓരോ സ്ഥലത്തും മുൻകാലങ്ങളിൽ നമ്മൾ ഓരോ നെൽവയലുകളും പരിശോധിച്ചുകൊണ്ട് അതിൽ ഏറ്റവും മികച്ച ക്ലേ ഏത് സ്ഥലത്താണ് ഖനനം ചെയ്താൽ കിട്ടുക അത് പരിശോധിച്ചുകൊണ്ട് അതിനുവേണ്ടി എന്തൊക്കെ റിസ്കുകൾ എടുക്കാൻ തയ്യാറുണ്ട് അത് മുഴുവൻ എടുത്തുകൊണ്ട് ഏറ്റവും നല്ല ക്ലേ നമ്മളിവിടെ കൊടുന്ന് ഏറ്റവും നല്ല പ്രോഡക്റ്റ് നമ്മൾ വിപണിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ താല്പര്യം. അത് ജനങ്ങളിൽ എത്തിയത് കൊണ്ടാണ് ജനങ്ങൾ എന്തെല്ലാം ഇമ്പോർട്ടൻ്റ് ടൈലുകൾ ഇവിടെ വന്നാലും ക്യാപ്പ് ഇന്ത്യയുടെ പ്രോഡക്റ്റ് അന്വേഷിച്ച് വരുന്നതിൻ്റെ മുഖ്യ കാരണം അതാണ്.